കുട്ടിശങ്കര കൂട്ടാക്കില്ല ഇത് കൂട്ടാക്കില്ല ശീതളനാണ് കുട്ടിശങ്കരനെ കൂട്ടാക്കില്ല ശീതളാണ് എന്താ നിങ്ങൾ കാണിക്കണേ? എന്താ ആളെ പേടിപ്പിക്കാൻ ഇറങ്ങിയിരിക്കാ നീ? കുട്ടിശങ്കരൻ ചെന്നെ വിളിച്ച് നിൽക്കാന്ന് വിചാരിച്ചു. ഞാൻ വല്ലതും പറയുന്നേനാ. എന്താണ് ആ പ്യാരിജാതൻ വന്ന് നിക്കണത്? നിങ്ങളുടെ ഒരു കൂട്ടുകാരനില്ല, ഒരു അമ്പലം തണ്ടി ആനപ്രാന്തൻ. പോവാങ്ങോട് വിളിച്ചു കയറ്റാൻ പറ്റിയൊരു കൊട്ടാരം. ഇപ്പൊ ഇന്നലെ ഒച്ചേട്ടപ്പോ എനിക്ക് തോന്നിയത് കണ്ണങ്ങടെ അടച്ച അപ്പൊ കുട്ടിശങ്കര കണ്ണിൽ തല്ലി. നമ്മുടെ അമ്പലപ്പുഴ കുട്ടിശങ്കരൻ. അമ്പലപ്പുഴ അവനൊരു 7 കൊല്ലം മുമ്പ് ചരിഞ്ഞില്ലേ? പറഞ്ഞിട്ടെന്താ കാര്യം? എന്നും സ്വപ്നം കാണും, എപ്പോഴും സ്വപ്നം കാണുമല്ലേ? ആ ശീതളേട്ടാ, ഇന്നലെ നമ്മുടെ പൂരപ്പറമ്പിലേ മണിക്കേരി രാജൻ വന്നിരുന്നു. എന്താ അവന്റെ ഒരു തലയെടുപ്പെന്നറിയോ? നീ പോയില്ലേ? പോയില്ലേന്നാ. ഇന്ന് പുലർച്ചെ അവനെ ലോറി കയറ്റി വിട്ടേ പിന്നെയാണ് ഞാൻ പൂരപ്പറമ്പിൽ നിന്ന് പോകുന്നത്. ശീതളേട്ടാ, ഞാൻ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞതേ നമ്മുടെ മംഗലത്തെ മണിക്കൂട്ടന്റെ പാപ്പാൻ സ്ഥാനത്ത് നിന്ന് ശീതളേട്ടനെ പറഞ്ഞു വിട്ടുന്നു. പറഞ്ഞു വിട്ടോന്നല്ലടാ, ഞാൻ ഇറങ്ങി പോന്നല്ലേ. പക്ഷെ പാപ്പാൻ പറഞ്ഞത് പറഞ്ഞു വിട്ടു. ഞാൻ ഇറങ്ങി പോന്നാണ്. അയാളായിട്ട് നമ്മളൊത്തൂലേ? എന്തൊരു അഭിമാന പറയാനായിട്ട്. ഉള്ള പണിയും കളഞ്ഞിട്ട് ചൊറിയും കുത്തി വന്നിരിക്കുക. എന്നാ കുടിക്ക്, അതിനൊരു കുറവും വരുത്തണ്ട. ഞാൻ കുടിച്ചാ ചേച്ചി? എന്നാ കുടിക്കണ്ട. ഇല്ല തന്നിട്ട് എന്തൊട്ട് ചായ തരി പഞ്ചസാര ഇല്ല. അതിന് പഞ്ചസാര വേണ്ടേ? പഞ്ചസാര പാത്രം കഴുകി വെച്ചിട്ടുണ്ട് രണ്ടിലും. പഞ്ചസാര ഇല്ലെങ്കിൽ പോയി മേടിക്കണം. അതെ, എന്റെ ഭർത്താവ് പലചരക്കട എല്ലാം നടത്തുന്നത് ആനേനെയാ. ആനപ്പിണ്ട് അങ്ങോട്ട് ഉരുട്ടിക്കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പഞ്ചസാര തരൂല അയാള്. അതിന് പൈസ കൊടുക്കണം. ചേച്ചി ആനപ്പാപ്പാന്ന് പറഞ്ഞ ചില്ലറ കാര്യം. നീ ചായ കുടിച്ചിട്ട് വേഗം പോവാൻ നോക്കിക്കേ. പോ. ആരോടാ വർത്താനം പറയണത്? ഒരു വാലും മൂടറിയാത്ത ടീമാണ്. 4 ദിവസമായിട്ടില്ലേ ഞാൻ അവിടെ ഇരുന്നിട്ട്? അപ്പോഴത്തേക്കും ചായ പഞ്ചസാര ഇല്ല. നീ എന്തറിഞ്ഞിട്ടാ പരിചാതായി പറയണത്? ഈ മനുഷ്യനെ ആ മുതലാളിയോട് തല്ലും പിടിച്ച് ഈ കുടുംബത്ത് കയറിയിരിക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയായി. ഈ വീട്ടിൽ ഉപ്പുണ്ടോ, മുളകുണ്ടോ, പഞ്ചസാര ഉണ്ടോ? എന്നാ വല്ല പണിക്ക് പോകാൻ പറഞ്ഞാൽ അതും കേൾക്കൂല. നീയൊന്ന് ആലോചിച്ച് നോക്കിടാ. 10-25 വർഷമായിട്ട് ആനപ്പാപ്പാനായിട്ട് നടന്ന എന്നോട് വേറെ പണിക്ക് പോകാൻ. പണിക്ക് പോണ ഞാൻ അല്ല. ഇപ്പൊ എന്താണ് പ്രശ്നം ഉണ്ടായത് മുതലാളിയായിട്ട്? അയാളൊരു കണ്ണിച്ചോരില്ലാത്ത മനുഷ്യനാടാ. കണ്ണിച്ചോരില്ല അയാൾക്ക്. ഞാൻ പറഞ്ഞ എന്റെ മോന് സുഖമില്ല, തീരെ സുഖം നിൽക്കണം. എന്റെ കണ്ണിന്ന് വെള്ളം പറഞ്ഞ സഹിക്കല്ല എനിക്ക്. അത് ചേട്ടൻ ഇപ്പൊ 2 ദിവസം ആശുപത്രി കൊണ്ടു കഴിഞ്ഞിട്ട് ജോലിക്ക് പോയാ പോരെ? നീ ഇത് ആരുടെ കാര്യാന്നോർത്തി പറയണേ? അല്ല, ഇവിടെ മോന്റെ കാര്യമല്ലേ പറഞ്ഞത്? അയ്യോ, അതിലും വലിയ ഭ്രാന്തനാണല്ലോ. മോന്റെ കാര്യം ചിന്തിക്കുന്ന ഒരു തന്താനയുടെ കാര്യമാണ് ഈ പറയണേ. ആനയുടെ കാര്യം ശ്രദ്ധിക്കണം. എന്നിട്ട് എടാ, അവനിപ്പോ നീരുകാലാണ്, റെസ്റ്റ് വേണ്ട സമയമാണ്, അറിയാലോ. പിന്നെ ഈ പൊരി വെയിലത്ത് ഈ ഓരോ കാര്യത്തിന് ഇയാള് വല്ല കമ്മിറ്റിക്കാരും അഡ്വാൻസ് ആയിട്ട് അവിടുന്ന് വരണ കണ്ട പടിക്കിലേക്ക് ഓടിച്ചിട്ട് ഇയാള് എന്നിട്ട് മേടിച്ചെടുത്തു. എന്നിട്ട് ഈ പറഞ്ഞ സ്ഥലത്തേക്കൊക്കെ ഈ ലോറിയിൽ എത്ര ദൂരം യാത്ര ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് ഈ പൊള്ളേ ഈ ടാർട്ട റോട്ടിൽ കൂടെ നടത്തും. അതും കഴിഞ്ഞിട്ട് ഈ രാത്രി ഒറ്റ നിപ്പാണത്. മനസ്സിലാവണ്ട? ഇതിനൊക്കെ ഇവർക്കൊക്കെ പറഞ്ഞാൽ മനസ്സിലാവോ? തീറ്റല്ലേ, വെള്ളല്ലേ, ഒരു ഭക്ഷണല്ലേ, ഒരു ജാതി സാധനമില്ല. ഒരു 2 ദിവസം റെസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന സമയല്ലേ അത്? ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോ ഇയാൾ എന്നോട് പറയാ, തന്റെ ആനയൊന്നല്ല, ആനന്റെ അല്ലേ, താൻ പണിക്കാരല്ലേ, താൻ തന്റെ കാര്യം നോക്കിയാൽ മതി. ചേപ്പ ഞാൻ അടിച്ചു പിടിക്കട്ടാ പറയുന്നുണ്ട്. ഈ പറഞ്ഞൊക്കെ ഇവിടെ എന്റെ ഭാര്യ ഉണ്ടല്ലോ, ഇതൊക്കെ ആ സത്യശീല മുതലാളുണ്ടോ, അയാളുടെ ഭാര്യ ഉണ്ടത്. കണ്ണിച്ചോലടാ. പിന്നെ എന്തിനാണ് വിളിച്ചിറക്കിക്കൊണ്ട് വന്നേ? ആര് വിളിച്ചിറക്കി കൊണ്ടു? നിന്നെ 4 ദിവസം പട്ടോട്ടമ്മതാണ് കൂടെ ഇറങ്ങി പോകുന്നു. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ തന്നെ വേണം. എന്നോട് ചായ കുടിച്ചിട്ട് സ്ഥലം വിടാൻ പറഞ്ഞ ഞാൻ. ചേച്ചി, ചേട്ടൻ പറയണതിലും കാര്യമുണ്ട്. ആനകൾക്ക് ഈ സമയത്ത് നല്ല റെസ്റ്റ് വേണം. ഇപ്പൊ എന്താ കുഴപ്പം? ദേ ഇപ്പൊ ഫുള്ള് റെസ്റ്റായി. ആണുങ്ങൾ ഇപ്പൊ ആനേനെ കൊണ്ട് പണി എടുപ്പിക്കണുണ്ട്. പൊട്ടൻ. എന്റെ സ്ഥിതി മനസ്സിലായ നിനക്ക്?
ആനകളുടെ പ്രയാസമൊന്നും പറഞ്ഞ് ഇവർക്കൊന്നും മനസ്സിലാവൂല ശീതളേട്ടാ. നിങ്ങൾക്ക് ആനയുടെ പ്രയാസം മാത്രമല്ല, കുടുംബക്കാരുടെ പ്രയാസം അറിയില്ലേ? ഒരു ജാതി സാധനം. നമ്മുടെ മണിക്കുട്ടന്റെ പാപ്പാനായിട്ട് ഇപ്പൊ വന്നിട്ടുള്ളത് ആ സൂതൻ പാപ്പാനാ. ഞാൻ അറിഞ്ഞു. ഫുൾ ടൈം വെള്ളമാണ് അയാൾ അതിനെ കൊല്ലും. എന്തെങ്കിലും ഒരു മാർഗം നമ്മൾ ഉടനെ കണ്ടെത്തിയില്ലെങ്കിൽ അതിന്റെ പണിക്കുറ്റം തീരൂട്ടാ. നമുക്കൊരു പണി ചെയ്താലേ ശീതളേട്ടാ. നമ്മുടെ മറ്റേ ആന സംരക്ഷണ സമിതിയുടെ നേതാവില്ലേ, നമ്മുടെ മാതങ്കം മൊയ്തു, അയാളെ പോയി കണ്ടിട്ട് നമുക്ക് വിവരം പറയാം. അയാൾ വിചാരിച്ചെന്തെങ്കിലും നടക്കുമോ? അയാള് വിചാരിച്ച നമ്മുടെ മണിക്കൂട്ടന് സംരക്ഷണവും കിട്ടും, ചേട്ടനെ ചിലപ്പോ ജോലിയിലേക്ക് തിരിച്ചു കൊടുക്കും. എന്റെ പണിയുടെ കാര്യം എന്തിലാവട്ടെ, എന്റെ കാര്യം ഒന്നും നേരെ ചൊവ്വാ. എനിക്ക് അത്രമാത്രം എന്റെ കുട്ടിയെ കഷ്ടപ്പെട്ടു, അതിനെ കഷ്ടപ്പെടുത്താൻ മതി. ചേട്ടൻ പ്രയാസപ്പെടല്ലേ, ചേട്ടൻ ഷർട്ട് ഇട്, നമുക്ക് ഇപ്പൊ തന്നെ പോവാം. 5-10 കൊല്ലായി ഞാൻ അതിന്റെ കൂടെ. കണ്ട ഇവരൊക്കെ കണ്ട ഇറക്കി പറഞ്ഞു വിട്ടാന്നില്ല. അയാൾ വിചാരം ഞാൻ ഈ കാശിന് വേണ്ടി ഇങ്ങനെ അയാളുടെ കാലിന്റെ ചോട്ടിൽ എടുക്കുന്ന. ഞാൻ ഇതിനോടുള്ള സ്നേഹം കൊണ്ട് എത്ര നാളെ ഞാൻ പിടിച്ചത്. എന്റെ ശീതളായിട്ട് ഈ കൊമ്പമേശ്യം കരയല്ലേ, ചേട്ടൻ ഷർട്ട് എടുക്ക്. വേണമെങ്കിൽ ഒന്ന് എടുത്തിട്ടിട്ട് പോ. കണ്ട മണിക്കുട്ടിനെ മയക്ക് എത്ര ബുദ്ധിമുട്ടില്ലേ. എവിടെ പോയി കിടക്കുകയാണ് ഈ കോശവൻ? സുഗത, എടാ വങ്ക, കള്ളും കുടിച്ച് വന്ന് കിടക്കണ കിടപ്പ് കണ്ടില്ല അവൻ. നന്ന് കഴിച്ചില്ല, ഇത് ഇന്നലെ കഴിച്ചിട്ട് കേങ്ങോറാണ് സത്യം. ആനയുടെ ഇരിക്കല്ലേ, ആനോട് ഒറ്റയ്ക്കാ? അയ്യോ, അവിടെ നമ്മുടെ ഉണ്ണി ഉണ്ടല്ലോ. ഏതുണ്ണി? നമ്മുടെ രണ്ടാം പാപ്പായ. അവിടെ പാപ്പാനും കീപ്പാനൊന്നും ഇല്ല. ആന അവിടെ കുറുമ്പളകി നിൽക്കണം, അങ്ങോട്ട് ചെല്ലുക. ഞാനൊന്നും പോവില്ല മണിക്കൂട്ടിന്റെ അടുത്തേക്ക്. ഒരു വൃത്തികെട്ട ആനയാണ്, പറഞ്ഞു ഒന്നും കേൾക്കില്ല. ഞാൻ അവനെ ചവിട്ടി കൂട്ടിയിട്ട് പിന്നെ മുതലാളി ഓർത്തിട്ടാണ് ഞാനൊന്നും ചെയ്യാത്തത്. നാളല്ലേ മുതലാളി എഴുന്നള്ളിപ്പ്? എഴുന്നള്ളിപ്പ് നാളെ ആണെങ്കിൽ അല്ല, 9 മണിക്ക് വണ്ടി വരും എനിക്കറിയാം. ഞാൻ ജോലിയിൽ ഭയങ്കര സിൻസിയറാണേ. ഞാൻ വേറെ പാപ്പാനെ കിട്ടുമോ നോക്കാം. നന്നാവുക. എന്താന്നു അങ്ങനെ പറഞ്ഞു? തന്നെ കൊണ്ടൊന്നും സാധ്യമില്ലടോ. അല്ല, നാളെ പോണ്ടേ? കീരളം പാപ്പാണോ? വരിക. അവിടെ നിൽക്കുക. എടാ ശുംഭ, തന്നോട് ആ പടി ഇങ്ങോട്ട് കയറാതെ ഞാൻ പറഞ്ഞിട്ടില്ലേ? തന്നെ കാണാൻ വന്നാലോടോ അതിന്റെ. ഞാൻ മണിക്കൂട്ടിനൊന്ന് കാണാൻ വേണ്ടിട്ട് വന്നാ. വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. താൻ ആളെ കൂട്ടി വന്നാലും ഇല്ലെങ്കിലും തനിക്ക് ഇനി ഇവിടെ പണിയില്ല. ജോലിന്റെ കാര്യം പറയാനല്ല നമ്മൾ വന്നത്, പിന്നെ ആനേന്റെ കാര്യം പറയാനാണ്. ആനയുടെ എന്ത് കാര്യം? നിങ്ങൾ ഇവിടുത്തെ ആനേനെ വല്ലാണ്ട് പീഡിപ്പിക്കുന്നുണ്ടെന്നുള്ള വിവരം നമുക്ക് കിട്ടിക്കുന്നു. ഈശ്വരനോ? ഈശ്വരൻ അവിടെ ആനയെ നോക്കല്? ഫുൾ ടൈം വെള്ള സാറേ, ഫുൾ ടൈം വെള്ള. ഈ വയസ്സാം കാലത്ത് അവനെ കണ്ടിട്ട് ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അവന് കണ്ണിന് കാഴ്ച കുറവുണ്ട് സാറേ, വേറെ ബുദ്ധിമുട്ടുകളുണ്ട് അവന്. മതപ്പാടുള്ള സമയത്ത് ഇങ്ങനെ പുറത്തിറക്കി നടക്കാൻ പാടില്ല, ദേഷ്യം കൂടുന്ന സമയമാണേ. നല്ല അറിവാണല്ലോ. ഏറെക്കുറെ. കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് കൂട്ടും കൂടി ഇണ തേടി ഇര തേടി നടന്ന പാവം ജീവിയാണ് ആന. അതിനെ പിടിച്ചുകൊണ്ടുവന്ന കാലം മുതൽ ചങ്ങല കെട്ടി നരകിപ്പിക്കല്ല നിങ്ങള്. മാറെങ്കിലല്ല നിങ്ങൾ കെട്ടിക്കണോ? അങ്ങനെ വല്ലതും ഉണ്ടാകാൻ പറയാ. നമുക്ക് അത്തരം കാര്യങ്ങളെ പറ്റി സംസാരിക്കാം. പറഞ്ഞോളാ. അഷ്ടായുർവേദത്തെ കുറിച്ചും അത് എഴുതിയ പാലകാമ്പിനെ കുറിച്ചും നിങ്ങൾ കേട്ടിക്കണോ? പാലകമ്പിയോ? പാലകമ്പിയല്ല, പാലകാമ്പ്യ മുനി. പാലകാമ്പ്യ മുനി ഒന്ന് മിണ്ടാടെ നിൽക്കുക. പറയണേ, മാതങ്കലിയെ കുറിച്ച് 24 മണിക്കൂറും പറയുന്നതുകൊണ്ടാണല്ലോ തന്നെ മാതങ്ക മൊയ്തു എന്ന് പറയുന്നത്. അതൊക്കെ അറിയാലോ. ആ രീതിയിൽ വേണം ആനയെ പരിചരിക്കാൻ. നിങ്ങൾക്കൊരു വിചാരമുണ്ട്, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ആന നിങ്ങൾ അനുസരിക്കണതെന്ന്. അല്ല, ക്രൂര പീഡനങ്ങളാലേ മനസ്സ് ഭയന്നിട്ടാണ് അത് നിങ്ങൾ അനുസരിക്കണത്. അടേ താനെന്താ പൊട്ടണ? അതുകൊണ്ടല്ലേ പിടിച്ചു കൊണ്ടുവരുന്ന സമയത്ത് നല്ല പടം കൊടുക്കണം. അങ്ങനെ പടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. സമ്മതിക്കില്ല. ആലപ്പാപ്പല്ല അങ്ങനെ പറയാൻ പാടില്ല. താമിട്ടരുത്. ഇയാളെ കയ്യിലൊരു 16 കൊല്ലൊരു ചൈനങ്ങള് തല്ലി തമ്പറാക്കടോ. എന്താ പറയുന്നത്? ദുഷ്ടതരം ചെയ്തിട്ട് വർത്തമാനം പറയാൻ നിൽക്കുക. അതെ എടോ മൊയ്തു, ബീഹാറിലെ സോൻപൂർ മേളയിൽ നിന്ന് മുമ്പ് ആനകളെ വാങ്ങാമായിരുന്നു. ഇപ്പൊ സർക്കാർ അത് തടഞ്ഞു. കാട്ടിക്കയറി ആനകളെ പിടിച്ചുകൊണ്ടുവന്ന് അതിനെ മെരുക്കാനും പാടില്ല. ആകെ നമുക്കുള്ളത് 100-400 ആനകൾ. ഈ ആനകളെ വെച്ച് വേണം കേരളത്തിലുള്ള ഉത്സവങ്ങൾ മുഴുവൻ നടത്താൻ. എല്ലാവരും തൃപ്തിപ്പെടുത്താൻ വേണ്ടി നിൽക്കുമ്പോൾ ചില ആനകൾക്കൊക്കെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും.
അത് സഹിക്കുക, അല്ലാതെ എല്ലാരും കൂടെ സംഘം ചേർന്ന് മുതലാളിമാരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കുറ്റം പറയും. നിങ്ങളൊക്കെ കാശ് എണ്ണി മേടിക്കാൻ വേണ്ടിട്ടുള്ളൂ ഈ പാവങ്ങളെങ്ങനെ കണ്ണീര് കുടിപ്പിക്കണേ. അതേടോ, ആ കാശിന് വേണ്ടിട്ട് ആനയെ വാങ്ങണത്, അല്ലാണ്ട് എന്തിനാ ആനയെ വാങ്ങിയിട്ട് എനിക്ക് അലമാരയിൽ വെച്ചാൽ പൂട്ടിയാ മതിയോ? ഞങ്ങൾ ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കും. ഓ, പ്രതികരിച്ചോളൂ, ഒരു വിരോധവുമില്ല. പക്ഷേ അത് എന്റെ വളപ്പിൽ നിന്നിട്ട് അവരുടേത് മാത്രം. പഠിക്കങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാ, എന്നിട്ട് തല കിഴക്കാൻ തൂക്കാക്കി നിന്നിട്ട് അങ്ങോട്ട് പ്രതികരിച്ചോളൂ. സന്തോഷം. നോക്കി നിൽക്കണ്, മുതലാളി പറഞ്ഞു കേട്ടില്ലേ, എന്റെ മുതലാളിയുടെ പരമൊന്ന് പോടാ. താരം കറിഞ്ഞ എന്റെ മണിക്കൂട്ടറിന്റെ നേരെ കയ്യോക്കി എന്ന് പറഞ്ഞാ തന്റെ കോന്റെ കൊട്ടിയാൻ തല്ലി മുറിക്കണം. കല്ലെറിഞ്ഞ കൊല്ലി ആനേനെ മാത്രമല്ല നിങ്ങളൊക്കെ മരിക്കുന്നതാണ്. സുഗതൻ അറിയില്ലേ നിൽക്ക്. പോരാ മുതലാളി. ഓ മതി, ഞാൻ ആനയുടെ അടുത്തേക്കുള്ളു. ആനയുടെ അടുത്തേക്ക് ചെല്ലേ. പിന്നെ എന്താ നിനക്ക് ആനയുടെ അടുത്തേക്ക് ചെല്ലാൻ? മണിക്കൂട്ടാ ഉണ്ണിയെ അതെ, മൃഗസംരക്ഷണ വകുപ്പാണ്. ഓ അതെ അതെ, ആ ഫയല് ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോയിട്ടുണ്ട്. അയ്യോ, എപ്പോ പോയിട്ട് തിരിച്ചു വരുമെന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല, ഫയലിന്റെ കാര്യമല്ലേ. ആ അയ്യോ, കാശൊക്കെ കിട്ടും, പിന്നെ കാശ് കിട്ടും. കിട്ടും കിട്ടും, അല്ല കിട്ടും. ഓ ശരി ശരി ശരി, ഇനി അതിനുവേണ്ടി ഇങ്ങോട്ട് വിളിക്കണ്ട. ആ ശരി. എന്താ സാറേ? താറാവിനെ ചുട്ടതിന്റെ കാശ് കിട്ടണമെന്ന്. അത് കൊള്ളാം. കണ്ടവര് താറാവിനെ ചുട്ടു തിന്നതിന് നമ്മളെന്തിനാ പൈസ കൊടുക്കണേ? കണ്ടവരാ? അതെ, പക്ഷിപ്പനി വന്നപ്പോ കൂട്ടത്തോടെ താറാവിനെ ചുട്ടുകൊല്ലാൻ നമ്മൾ ഓർഡർ കൊടുത്തില്ലേ, അതിന്റെ കാശ് ചോദിച്ച് താറാവ് കർഷകൻ വിളിച്ചതാ. അതാണോ? ആ അതാ. അല്ല സാറേ, ഈ താറാവ് ഒരു മൃഗമാണോ? എന്തപ്പ അങ്ങനെ തോന്നാൻ? അല്ല, ഇത് മൃഗസംരക്ഷണ വകുപ്പല്ലേ, അപ്പൊ ഈ താറാവിന് എന്തിനാ പൈസ കൊടുക്കണേ? ശരിയാണല്ലോ, താറാവ് മൃഗമല്ലല്ലോ, അതൊരു പക്ഷിയല്ലേ. ആ മണ്ടു ഒരു സംഭവം തന്നെ കേട്ടോ, ഞാനിപ്പോഴത് ശ്രദ്ധിച്ചേ. കണ്ട, ഞാനിപ്പൊ ഇല്ലായിരുന്നെങ്കിൽ സാറ് എല്ലാവർക്കും പൈസ എടുത്തു കൊടുത്തേനെ. മണ്ടു, എന്റെ സ്വഭാവത്തിന് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും വ്യത്യാസം വല്ലതും തോന്നുന്നുണ്ടോ? എന്താ സാറിന് അങ്ങനെ തോന്നിയോ? അല്ല, എന്റെ ഭാര്യ പറയുന്നു ഈ മൃഗസംരക്ഷണ വകുപ്പിൽ വന്നതിന് ശേഷം ഒരു കാണ്ടാമൃഗത്തിന്റെ സ്വഭാവമുണ്ട്. അതെനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഞാൻ വിചാരിച്ചു ജനിച്ചപ്പോഴേ ഇങ്ങനാന്ന്. സാറേ നമസ്കാരം. നമസ്കാരം. ഞങ്ങളൊരു പരാതിയായിട്ട് വന്നതാ. എന്താണ്? ഇയാള് ആനപ്പാപ്പനാ, ആ. പേര് ശീതളൻ. ഇയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അതെ, ഈ തൊഴിൽ സംബന്ധമായ പരാതികൾ നിങ്ങൾ പറയേണ്ടത് ലേബർ ഓഫീസിലാണ്, ഇത് മൃഗസംരക്ഷണ വകുപ്പാണ്. അയ്യോ സാറേ, ഇത് പീഡനാണ്. അയ്യോ, അത് ഇവിടെയില്ല, മനുഷ്യാവകാശ കമ്മീഷന്റെ ഓഫീസിൽ ഇപ്പൊ തന്നെ ചെന്ന് പറയണം. മാഡം, അതിന് ആനേനെയാണ് പീഡിപ്പിച്ചത്. ഇതിപ്പോ ആരാ പീഡിപ്പിച്ചത്? ഈ സുഗതനാണ്, സുഗതൻ. സത്യനും സുഗതനും. അപ്പൊ ഈ സുഗതൻ സത്യനെ പീഡിപ്പിച്ചു അല്ലേ? അങ്ങനെയല്ലേ, ഈ സുഗതനും സത്യനും കൂടിയിട്ട് ആനനെ പിടിപ്പിച്ചു. അപ്പോ ഈ ആനയുടെ പേരെന്താണ്? ആനയുടെ പേര് മണിക്കുട്ടൻ. മണിക്കുട്ടൻ. അപ്പൊ ഈ സുഗതനും സത്യനും ആരാ? ഈ സുഗതൻ എന്ന് പറയുന്നത് പാപ്പാനാണ്. പാപ്പാൻ. സത്യം എന്ന് പറയുന്നത് ഇതിന്റെ ഓണറാ. ഓ മുതലാളി. അത് പറയും. അല്ല, ഈ സത്യം എന്ന് പറയുമ്പോ സത്യശീലൻ. സത്യശീലൻ. അതെ. സാറേ, സത്യശീലൻ ഓ. കൊറേ എനിക്ക് മനസ്സിലായി, പക്ഷെ അയാളെ കുറിച്ച് ഇതുവരെ പരാതി ഒന്നും ഇവിടെ വന്നിട്ടില്ല. സാറേ, നമുക്ക് നല്ല പരിചയമുള്ള ആളാണ്, ഭയങ്കര ക്രൂരനാണ്. ചുരുക്കം പറഞ്ഞ സർക്കാർ പറഞ്ഞ ഒരു കാര്യം പാലിച്ചിട്ടൊന്നല്ല അവര് ആനനെ നോക്കണത്. ഈ മതപ്പാടുള്ള സമയത്ത് കണ്ണി കണ്ട പണി കിടിപ്പിച്ചിട്ട് കാശുണ്ടാക്കണവര്. അതുമല്ല സാറേ, ഈ ഹോൾസെയിൽ ആയിട്ടാണ് ആനവാല് വെട്ടി വെക്കുന്നത്, കണ്ടാ സഹിക്കൂല. അയ്യോ,
പിന്നെ ഇപ്പൊ ആനെ നോക്കണതോ ഒരു പ്രവൃത്തി പരിചയം ഇല്ലാത്തൊരു ചങ്ങായി, ഒരു കള്ളുടിയെ. ഓ അപ്പൊ ഇദ്ദേഹമായിരുന്നു നേരത്തെ നോക്കിയിരുന്നത്? ഞാൻ പൊന്ന് പോലെ നോക്കിയതാ സാറേ. ഇയാൾക്ക് പകരം വന്ന ആളാണ് ഈ സുഗതൻ. അയാൾക്ക് ലൈസൻസ് ഉണ്ടോ? ഇവിടെ നിന്ന് അയാൾക്ക് വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ് തന്നെ ഇല്ല. ഈ ശീതളൻ ചേട്ടൻ എന്ന് പറഞ്ഞ ആനയാണെങ്കിൽ മരിക്കും സാറേ, അത്ര സ്നേഹമായിട്ട് നോക്കി. നോക്കിയത് സാറേ, എന്റെ കുട്ടിയത്. സാറേ ഇതിൽ നമുക്ക് എന്തായാലും ഇടപെടണം. വേണം സാറേ. പിന്നെ ഈ ഇരുമ്പ് തോട്ടി ഉപയോഗിക്കാൻ പാടില്ല എന്നല്ലേ സർക്കാർ നിയമം? ഇയാള് ഇരുമ്പ് തോട്ടിയാ ഉപയോഗിക്കണേ. അത് വെച്ചിട്ട് നല്ല മുതല തല്ല സാറേ. പിന്നെ വലിയ കോലുണ്ടേ, ആനയുടെ തോലെടുത്താളും ഒരു ഭാഗം അടിച്ച് ചതച്ചാളും. സാറേ ഈ കാരക്കോല് മാണി അടിച്ചിട്ടേ പെടലിങ്ങനെ കുത്തി പൊക്കി ഇങ്ങനെ നിർത്തും. എടാ അത് പിടിച്ചു വാങ്ങിച്ചിട്ട് അവനിട്ടൊരെണ്ണം കൊടുക്കാൻ നിങ്ങൾക്ക് ആർക്കും കഴിയില്ലേ? എന്തുട്ട് സാറേ നമ്മള് ചെയ്യാൻ മുതലാളി അവരല്ലേ, നമുക്ക് എന്തുട്ടാ ചെയ്യാൻ പറ്റുക? പറയാനല്ലേ പറ്റുള്ളൂ. ഞങ്ങള് കൊടുത്താനെ അപ്പൊ മൊയ്തു സാറ് വന്നിട്ട് പറഞ്ഞിട്ട് നിയമത്തിന്റെ ഭാഗത്തുകൂടി പോവാന്ന് പറഞ്ഞു. അല്ല ഒരു കണക്കിന് അതും ശരിയാ. പിന്നെ സാറേ ഈ ഉത്സവത്തിന് ആനകൾ എഴുന്നള്ളിക്കരുതെന്നാണ് പറയാറ്. ഇനി അഥവാ എഴുന്നള്ളിക്കുകയാണെങ്കിൽ തന്നെ ആനകൾ തമ്മിൽ ഒരു ഡിസ്റ്റൻസ് വേണം. അതൊന്നും ഇവിടെ നോക്കില്ല. ഈ എഴുന്നള്ളിക്കാൻ വരുന്ന ആനകളൊക്കെ കള്ള സർട്ടിഫിക്കറ്റിലാണ് വരുന്നത്. കണ്ണ് കാണാത്തത്, സുഖമില്ലാത്തത്, മതപ്പാടുള്ളത്, ഇങ്ങനെയുള്ള ആനകളെ ഉത്സവത്തിന് കൊണ്ടുവരില്ല. അല്ല അത് പിന്നെ നമുക്ക് ക്ഷമിക്കാം, ഉത്സവത്തിന് വേണ്ടിയാണല്ലോ. അങ്ങനെ ശ്രമിക്കാൻ പറ്റില്ല സാറേ. അവിടെ നിന്നാണ് ഈ ആനകൾക്ക് മതളങ്ങുന്നത്. അങ്ങനെയാണ് ആളുകളെ ചവിട്ടിക്കൂടുന്ന ആന. സാറേ ഇനിയിപ്പോ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും എന്റെ മണിക്കൂട്ടന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം സാറേ. അല്ല മോന്റെ പോലെ നടത്തിയിട്ടാക്കി ഞാൻ കരയല്ലേ. അതെ ഇവിടുന്ന് കൃത്യമായിട്ടൊരു നടപടി ഉണ്ടാവും. നിങ്ങൾക്ക് 100% വിശ്വസിക്കാം. അത് മതി, അത്രയും കേട്ടാ ഉണ്ടാവും. ഒരു കാര്യം ചെയ്യ, പേര് പറയും. പേര് ശീതളൻ. അതല്ല നമ്മുടെ ആനമോൻ മണിക്കുട്ടൻ. നല്ല പേര് കേട്ടോ. പിന്നെ നമ്മുടെ മറ്റേ പീഡിപ്പിച്ചവരുടെ പേരെന്താണ്? മാതങ്കം മൊയ്തു. നമ്മളല്ലേ? അതല്ല സത്യശീലൻ. പിന്നെ സുഗതൻ. പാപ്പാൻ സുഗതൻ. മണ്ടു അത് നോട്ട് ചെയ്തല്ലോ. എഴുതിയിട്ടുണ്ട് കണ്ട. അപ്പൊ സാറേ ഒരു നടപടി ഇവിടുന്ന് ഉണ്ടാവും. ഞാൻ മന്മഥൻ വാക്ക് തരികയാണ് കേട്ടോ. ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് ഒരു നടപടി നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ ഉണ്ടാവും. വിഷമിക്കണ്ട കേട്ടോ. അറിയാലോ മാതങ്കം മൊയ്തു. അറിയാം. ശരി. സാറേ എന്ത് വാക്കാ കൊടുത്ത്? സത്യശീല മുതലാളിക്കെതിരെ നടപടി എടുക്കാൻ പോവാണോ? ഞാൻ നടപടി എടുക്കും. ആണല്ലേ? ഞാൻ കൃത്യമായിട്ട് പേരൊക്കെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ടേ. ഒറ്റയ്ക്ക് പോയി നടപടി എടുത്താൽ മതി. മനുഷ്യരായാലേ കുറച്ച് നന്ദിയൊക്കെ വേണം. എന്തോരം പൈസ അയാളുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. ഞാൻ നടപടി എടുക്കൂന്ന് പറഞ്ഞാൽ ഞാൻ നടപടി എടുത്തിരിക്കും. പോയി എടുത്തോ കേട്ടോ. എനിക്കൊരു വാക്കേ ഉള്ളൂ. സത്യശീല മുതലാളിക്കെതിരെയുള്ള കേസ് നടപടിയായി. മണ്ടന്മാര് വലിയ ആനസ്നേഹികള് വന്നേക്കണ്. ആശ നല്ല ഉറക്കത്തിലായിരിക്കും. അതെ, ഉച്ച ഉറക്കുണ്ട്. ഉറക്കണ്ട പിന്നെ പിന്നെ ഉറങ്ങാതിരിക്കില്ലല്ലോ. അതെ അതെ, രാത്രിയല്ലേ ഓരോ പണി. മിണ്ടല്ല, ഞാൻ വിളിക്കാം. ആശാനെ 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 അതാണ് നമുക്ക് പക്ക വിളിച്ചോളൂ. അല്ല ആശാനെ, നീ എന്താണ് എത്ര നേരമായിട്ട് ആനക്ക് പട്ട കൊടുത്തിനി രണ്ടാമത്തെ വരുത്താന്ന്. ആശാൻ അവർക്കൊരു കാര്യമുണ്ട്. ഏതമ്പലത്തിനാണ് ഇത് നമ്മളെ പിള്ളേരാന്ന്. പിള്ളേരെ എന്താ കുട്ടികളെ? ആശാനെ അവർക്ക് 3-4 ആനവാല് വേണമല്ലോ. എന്തിനാ നിങ്ങൾക്ക് ആനവാലി? എന്റെ കൊച്ചേ അവൻ തൊട്ടിക്കിടന്ന് ഞെട്ടിത്തെറിക്ക പേടിക്കാണ്. പേടിച്ചിട്ട് കുട്ടിക്ക് ഒരാനവാലി പോരെ, എന്തിനാ 4 ആനവാലി? ഒരെണ്ണം അവനാണ്, ഒന്ന് പിന്നെ എനിക്കാണ്. അത് ശരി, അപ്പൊ നിങ്ങൾക്കും പേടിയാണ്. ഞാൻ ഉറക്കത്തിലുണ്ടല്ലോ, എന്റെ കഴുത്തിന് ഒരു ഭാര്യ ഞെക്കി പിടിക്കും. അതിന് ഭാര്യ സ്നേഹിച്ചാ പോരെ, പിന്നെ അവള് കഴുത്തിന് കയറി പിടിക്കോ? അയ്യോ അതിന് അവളില്ല. എവിടെ പോയി? അവള് ചത്തുപോയി. അത് ശരി, നിങ്ങൾ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടാ? എന്നാ പിന്നെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ഭാര്യയുടെ ആത്മാവ് വരുന്നത്. അതിനെന്തിനാണ് വെറുതെ ആനവാലൊക്കെ കെട്ടുന്നത്? എന്റെ പൊന്നെ, അവള് ജീവിച്ചിരുന്നപ്പോ തന്നെ എനിക്ക് മനസ്സമാധാനം ഇല്ല. ചത്തു കഴിഞ്ഞപ്പോ ഒട്ടും ഇതുപോലെ പിടിക്കാൻ തുടങ്ങിയവള്. ശരി ശരി, ഇനി കുട്ടിക്ക് എന്താ പേടി? എനിക്കും പേടിയാണ്. എന്തിനാണ് പേടി? ഭാര്യനെ. നിങ്ങളുടെ ഭാര്യ ചത്തുപോയോ? ചത്തില്ല, ജീവിച്ചിരിപ്പുണ്ട്, അതുകൊണ്ടാ പേടി. നിങ്ങൾക്ക് ജീവിച്ചിരിക്കുന്ന ഭാര്യയുടെ പേടി. അപ്പൊ 4 ആനവാലി വേണം. ആശാനെ പിള്ളേർക്ക് കൊടുക്ക. കാസിന്റെ കാര്യം പറഞ്ഞു. പൈസ കൊടുക്കേണ്ടി വരും. അത് എത്ര വേണമെങ്കിലും തരാം. തരും. എന്നാ പിന്നെ നീ ഒരു ആനവാലിന്റെ കാസ് അറിയാലോ? അറിയാം.
വൈകുന്നേരം ഒരു 4 മണിക്ക് വന്നാൽ മതി. ഞാൻ അപ്പൊ ആനയുടെ വാല് പിടിഞ്ഞിട്ട് വെക്കാം. പിന്നെ ആരോടും പറയരുത് സുഹൃത്ത് ആനവാല് തന്നു. എന്റെ ജോലി പോവാതാണ്. ആരോടും പറയില്ല. നോക്കോളൂ. പോയിക്കോ ശരി എന്നാ പോയിക്കോ വൈകുന്നേരം കേട്ടാ. അതൊക്കെ തമാശ നമുക്ക് ഇത്ര പോകുന്നൊരു ചൂരക്കോലില് നമ്മളിങ്ങനെ ഓങ്ങിയ മൂത്രം വയ്ക്കണ പേടിയുള്ള ആന. അതിന്റെ വാലിലത്തെ രോമം കയ്യുമ്മ കെട്ടിയ എങ്ങനെയാടാ പേടി മാറുന്നത്? നമുക്ക് കാശുണ്ടാക്കാൻ ദൈവം തരണ ഓരോ വഴി. ആശാന എന്ത് ഇങ്ങനെ കുടിക്കുന്നത്? കൊറേ കുടിച്ചില്ല ആശാനെ. നീ പോട്ടെ, ആർക്ക് പറ്റച്ചു കൊടുക്കണ വേണ്ടാത്ത കാര്യങ്ങളെ ചോദിക്കുള്ളൂ. ശീതളേട്ടാ, മണിക്കൂട്ടനൊന്നും കഴിക്കണില്ലാന്നേ. എന്നെ കാണാത്തതിന്റെ വിഷമം അവിടെ അവന്. ഞാൻ അടുത്തേക്ക് ചെല്ലാനില്ലല്ലോ. ചെല്ലുന്നേ. എങ്ങനെയടി വെറും കൈയോടെ അങ്ങോട്ട് കയറി ചെല്ല? ഒരു കൊല പഴവൂരും ഇല്ലാണ്ട് എങ്ങനെയാ പോണേ? നിങ്ങൾ ആരുടെ കാര്യം പറയണേ? നീ ആരാ കാര്യം പറയണേ? നമ്മുടെ മോന്റെ കാര്യം. അത് ശരി, ഞാൻ എന്റെ ആനയുടെ കാര്യം പറയണേ. നിങ്ങളും നിങ്ങളുടെ ഒരു ആനെ. ഞാൻ ഒന്നും പറയണില്ല. സ്നേഹം മൂത്ത് ആ കൊച്ചിന് ആനയുടെ പേരിട്ടു. എനിക്ക് എല്ലാത്തിനും വലുത് എന്റെ ആന തന്നെ. ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നാ മതി. കൊറേ നാളായല്ലോ ആനനെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് എന്തായി? അതേ, ഈ നിയമം എന്നൊക്കെ പറയണതേ കാശുള്ളവർക്കുള്ളതാ. അതാദ്യം അങ്ങ് മനസ്സിലാക്കാൻ കൂടെ. നിങ്ങളിങ്ങനെ ചൊറിയും കുത്തി ജീവിതകാലം മുഴുവൻ ഈ തൂണും ചാരി ഇങ്ങനെ ഇരിക്കും. ആനയുടെ കണ്ണും കാണാൻ പാടില്ല, അതിന്റെ കാലും പൊട്ടി കളിഞ്ഞെന്നൊക്കെ നാട്ടുകാർ പറയും. ഞാൻ പറയണത് നാക്ക് മുഴുക്കണ വർത്താനം പറയണേ. ഇതൊന്ന് നാക്ക് മുഴുക്കണ വർത്താനം. അതാണ് സത്യം. നിങ്ങൾ എന്നെ നോക്കിയിട്ടുണ്ടോ? ഭയങ്കര സ്നേഹമാണല്ലോ. ആകെ കുഴപ്പമായി ശീതളേട്ടാ. എന്താ അവിടെ മണിക്കൂട്ടൻ അമ്പലത്തിൽ ഇടഞ്ഞ് ആ പാപ്പ സൂതനെ ചവിട്ടി കൂട്ടി. ഇപ്പൊ അമ്പലമൊക്കെ തല്ലി പൊളിച്ചിട്ട് റോഡിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. മയക്കുവടിക്കാരെ വിളിച്ചിട്ടുണ്ടെന്നാ കേട്ടത്.
Yeah.